എല്ലാവർക്കും നമസ്കാരം. സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷൻ ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതൃത്വം എന്ന വിഷയത്തിലെ 5ാമത്തെ അധ്യായമായ അമിത സംതൃപ്തിയും തൃപ്തിയും സന്തോഷവും ഒരു കെണിയോ, കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എ ലീഡർഷിപ്പ് ട്രാപ്പ്, എങ്ങനെയാണ് തൃപ്തിയും സന്തോഷവും ഒരു നേതാവിന് ഒരു കെണിയായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സെഷനാണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഏതൊരു മനുഷ്യന്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും വിജയകരമായി ജീവിക്കുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഏതൊരു ഘട്ടത്തിലാണ് ഈ തൃപ്തിയും ഈ സംതൃപ്തിയും ഈ സന്തോഷവും നമുക്ക് കെണിയായി മാറുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ട്രാപ്പായി മാറുന്നത്, നമ്മൾ അപകടാവസ്ഥയിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ഒരു തൃപ്തിയും സന്തോഷമായി മാറുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ഈ അധ്യായം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേതാക്കൾ ഏതൊക്കെ അവസരത്തിലാണ് ജാഗ്രത പുലർത്തേണ്ടത്, ഏതൊക്കെ അവസരത്തിലാണ് തന്നിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്, പുറത്തുള്ള സാഹചര്യങ്ങളിൽ തൻ്റെ ബാഹ്യമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം എന്താണ്, ഇടപെട്ടിട്ടുള്ള കാര്യം വിജയകരമായി പൂർത്തീകരിച്ചെങ്കിൽ പോലും ആ പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വിജയം വീണ്ടും പുനരാവിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ആ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത പ്രാവശ്യം വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം നമ്മൾ വിജയം കൈവരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചുകൾ, അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകയും ആവശ്യമായ മാറ്റം വരും കാലങ്ങളിലേക്ക് വരുത്താനുള്ള ഒരു മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാവണം. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അമിത സംതൃപ്തി എന്ന് പറയുന്നത് ഒരാൾക്ക് താൻ സുരക്ഷിതനാണെന്നും താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും ഇനി മാറ്റങ്ങൾ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലാണ് ആത്യന്തികമായിട്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴുള്ളതൊക്കെ മതി, ഇപ്പം ചെയ്തതൊക്കെ ശരിയാണ്, ഇനി മെച്ചപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള മനോഭാവം ആത്യന്തികമായിട്ടുണ്ടെങ്കിൽ അത് ഒരു തൃപ്തിയുടെ ഒരു ഡെഫിനിഷനാണ്. അപ്പം ഇനി ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഇത് മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയത് പഠിക്കാനും പഠിച്ചത് മാറ്റം വരുത്താനും ഒന്നും തയ്യാറാവാത്ത ഒരവസ്ഥ വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ച ഒരു പ്രൊമോഷൻ കിട്ടി. അപ്പൊ ആ പ്രൊമോഷൻ കിട്ടിയാല് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മനോഭാവം കിട്ടും. ഞാൻ എല്ലാം പഠിച്ചത് കൊണ്ടാണ്, ഞാൻ എല്ലാം തികഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയത് എന്നുള്ള ഒരു മനോഭാവം മനസ്സിൽ വരികയും പുതിയതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നും പഠിക്കാനുള്ള താല്പര്യം കാണിക്കാതാവുകയും ചെയ്യും. അതുകൂടെ അദ്ദേഹം പുതിയ സ്ഥാനത്തെത്തുമ്പോൾ പുതിയ ജോലിയിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് പോലും അദ്ദേഹം പരിശ്രമിച്ചില്ല എന്ന് വരും. അല്ലെങ്കിൽ ഇത് മതി എന്ന ചിന്തിച്ച് ആ ഒരു തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കും. അപ്പം എന്ത് സംഭവിക്കുന്ന, പുതിയ പ്രൊമോഷൻ നൽകി അദ്ദേഹത്തെ ആ പദവിയിൽ എത്തിച്ച ആൾക്കാർ അയാളിൽ നിന്നും മറ്റു പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച്, ആ മാറ്റങ്ങൾക്കനുസരിച്ച്, ആ പുതിയ ആർജിക്കേണ്ട ശേഷികൾക്കനുസരിച്ച് അദ്ദേഹം ഉയരാതെ പോവുകയും കിട്ടിയ ആ അവസരത്തിൽ തൃപ്തനാവുകയും ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു കെണിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അമിതമായ തൃപ്തി കൊണ്ട് കെണിയായി പോകുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തിയത് കൊണ്ട്, നമ്മളെ പഴയ സെഷനിലൊക്കെ പറയണം, നമ്മൾ എത്തിയത് കൊണ്ട് കാര്യമില്ല. എത്തിയ ലക്ഷ്യത്തിൽ നിന്നും ആ ദൗത്യത്തിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് നിലനിർത്താനും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യാൻ, അഭിമുഖീകരിക്കാനും അത് നേരിടാനും അതും വിജയിക്കാൻ നമുക്കുള്ളൊരു ശേഷി ആർജിക്കേണ്ടതുണ്ട്. അപ്പൊ തൃപ്തി അടയുന്നതോടുകൂടി നമ്മളെല്ലാം തികഞ്ഞു, ഇനി ഒന്നിനും മാറ്റങ്ങൾ വരുത്തേണ്ട, ഒന്നും പഠിക്കേണ്ട, ഒന്നും മെച്ചപ്പെടുത്തേണ്ടതില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് നമുക്ക് കെണിയായി മാറും. ഇനി സന്തോഷം എന്താണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം ചെയ്ത് തീർത്താൽ നമുക്കുണ്ടാകുന്ന സംതൃപ്തി. ആ സംതൃപ്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സന്തോഷവാന്മാരാവും. നമുക്കെല്ലാവർക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് സന്തോഷമാണ്.
അപ്പോൾ സന്തോഷം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല ഒരു വികാരം തന്നെയാണ്. എന്നാൽ സന്തോഷം കൊണ്ട് ലക്ഷ്യബോധമില്ലാതെ ആവുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ ചെയ്യുന്ന രീതി ഇത് മതി എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. പുതിയ പഠനങ്ങൾക്ക് നമ്മൾ പരിശ്രമിക്കാതാവും. പുതിയ ആശയങ്ങളോട് നമ്മൾ വൈമുഖ്യം കാണിക്കും. നമ്മൾക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ ജനറേഷനുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നും നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ നമ്മൾ സന്തോഷവാനായിട്ട് തൃപ്തി അടഞ്ഞ് ജീവിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മൾ പഴയതാവുകയും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ച് യോജിക്കാത്ത ഒരാളാവുകയും ചെയ്യും. അപ്പം സംതൃപ്തിയും സന്തോഷവും നമുക്ക് കെണിയാകുന്നത് ഈ സാഹചര്യങ്ങളിലാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അമിതമായ തൃപ്തി, സംതൃപ്തി വളരെ നിർണായകമായ മേഖലയിൽ അവബോധക്കുറവ് സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്താണത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനമാവുകയും വലിയ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാകുന്ന ഒരു അവസരത്തിൽ നമ്മൾ വളരെയധികം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ സംതൃപ്തമായിട്ടാണ് പോകുന്നത്. അപ്പം ആ സംതൃപ്തിയിൽ നിർവൃതി അടയുകയാണെങ്കിൽ നമ്മൾ ആ ദൈനംദിന പ്രവൃത്തിയിൽ സുഖം കണ്ടെത്തുകയും ആ സൗകര്യത്തിലേക്ക് നമ്മൾ ചുരുങ്ങി പോവുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അലംഭാവം ഉള്ളവരാവുകയും അലസന്മാരാവുകയും ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പ്രവൃത്തി ഒരേപോലെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവാൻ സാധ്യത. അലസന്മാരാവുകയും നമ്മൾ അലംഭാവം കാണിക്കാൻ തുടങ്ങുകയും നമുക്ക് ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടാവസ്ഥയും അല്ലെങ്കിൽ ചാലഞ്ചസും നമ്മളെ കാഴ്ചയിൽപ്പെടാതാവുകയും ചെയ്യും. അപ്പം ഒരു ബിസിനസ് എന്ന നിലയിൽ, ഒരു വ്യവസായി എന്ന നിലയിൽ അലംഭാവം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൃപ്തിയോടുകൂടി ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതേ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തുല്യമായിട്ടോ അതിനേക്കാൾ ഉയർന്ന മൂല്യം ഉപഭോക്താവിന് നൽകാൻ ശേഷിയുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് പുതിയൊരു കമ്പനി വരും. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ളതിനെ പറ്റി നമുക്ക് ബോധമുണ്ടായിരിക്കണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ജാഗ്രതയും ബോധവും ഉണ്ടായിരിക്കണം. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ ആർജിക്കേണ്ട പുതിയ തന്ത്രങ്ങളും സ്കില്ലുകളും ഒക്കെ നമ്മൾ ആർജിച്ചേ പറ്റൂ. അല്ലാതെ ഇപ്പോഴുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ശേഷികളും വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും നമുക്ക് എല്ലാ കാലത്തും നിലനിന്ന് പോകാം എന്നുള്ള ധാരണ ഉണ്ടാവരുത്. അപ്പം ഈ ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന ത്രെഡ്സ് എന്താണെന്നും ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ എന്താണെന്നും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് ശ്രദ്ധയിൽ നിന്ന് പോകുന്നത് നമ്മൾ വളരെയധികം തൃപ്തിയിലും സന്തോഷത്തിലും ആയി കഴിയുമ്പോഴാണ്. അപ്പൊ നമുക്ക് അവബോധം കുറയുന്നത് നമുക്ക് ഈ തൃപ്തിയും സന്തോഷവും അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള അലംഭാവം കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. അപ്പൊ അത് ഉണ്ടാവാതെ നോക്കണം. എല്ലാം നന്നായി പോകുന്ന പോലെ തോന്നുമെങ്കിലും കാലക്രമത്തിൽ അസൗകര്യങ്ങളിലേക്കും ഭീഷണികളിലേക്കും വലിയ വെല്ലുവിളികളിലേക്കും നമ്മൾ പോകേണ്ടി വരികയും അത് നമ്മൾ തയ്യാറെടുപ്പോടെ അല്ലാതെ പോവുകയാണെങ്കിൽ അതിനെ നേരിടാൻ കഴിയാതെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഏത് ജോലിയിലാണെങ്കിലും ഏത് തീരുമാനങ്ങളിലാണെങ്കിലും നമ്മൾ എപ്പോഴും പുതുക്കേണ്ടതിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പം എല്ലാ ജോലികളിലും ഏത് ജോലിയാണെങ്കിലും അതിൽ ആർജിക്കേണ്ട പുതിയ ശേഷികളും പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങൾ തന്നെ നാളെയും
വിജയിക്കുമെന്നുള്ള ധാരണയോട് കൂടി തീരുമാനങ്ങൾ എടുക്കരുത്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായ പഠനങ്ങൾ നടത്തി അതിനാവശ്യമുള്ള ശരിയായ കാര്യങ്ങൾ നോക്കിക്കണ്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പുതിയ ചിന്താഗതിയോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ചിന്താഗതിയിലും തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പരാജിതനായിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ശേഷിയുള്ള നേതാക്കളായി മാറാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അമിതമായ അസംതൃപ്തി പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളെ ബോധം കുറയ്ക്കാനുള്ള ഒരു കാരണമായി മാറും. അത് ഒരു കെണിയായി നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു നേതാവ്, ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്നലെ നമ്മളെ വിജയിപ്പിച്ച ആശയങ്ങളും ശേഷികളും പ്രവർത്തന തന്ത്രങ്ങളും നാളെയും നമ്മളെ വിജയിപ്പിക്കും എന്നുള്ള തെറ്റായ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ വിജയം നൽകിയത് തന്നെ അതേ ആശയങ്ങൾ, അതേ മാർഗങ്ങൾ, അതേ തന്ത്രങ്ങൾ തുടരുകയാണെങ്കിൽ നാളെയും നമുക്ക് വളരെ എളുപ്പത്തിൽ വിജയം കൈവരിക്കാം എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. അത് ശരിയായ ഒരു ചിന്തയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ഒരു പക്ഷേ മിക്കവാറും നാളത്തെ വിജയം ഉറപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു കാര്യമല്ല. കാലക്രമേണ ഈ മനോഭാവത്തിലൂടെ ഇന്നത്തെ പ്രവൃത്തികളും ചിന്തകളും മാർഗങ്ങളും തന്ത്രങ്ങളും നാളെ നമ്മളെ വിജയത്തിൽ എത്തിക്കും, നമ്മളെ വിജയിപ്പിക്കും എന്നുള്ള തോന്നൽ അപകടകരമായിട്ട ഒരു മനോഭാവമാണ്. അത് നമുക്ക് വളരെ വലിയ വെല്ലുവിളി ഉയർത്തുകയും പരാജയത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതൊരു കെണിയാണ്. അപ്പൊ നമുക്ക് ഇന്നലെ ചെയ്ത കാര്യം ഇന്നും അതേ തിളക്കത്തോടു കൂടി നിലനിൽക്കും, അതിലൂടെ നമുക്ക് വിജയം പ്രാപിക്കാം എന്നുള്ള ധാരണ പാടില്ല. ഇന്നലെ വിജയിപ്പിച്ച ആശയങ്ങൾ ഇന്നും നാളെയും വിജയിക്കുമെന്ന ചിന്ത അത് തെറ്റായൊരു ചിന്തയാണ്. പുതിയ പ്രശ്നങ്ങൾക്ക് പഴയ പരിഹാരങ്ങൾ മതിയാകില്ല. ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ വളരെയധികം മാറ്റങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും വളരെയധികം ഉയർന്നിട്ടുള്ള കാലത്ത് നമ്മൾക്ക് വേണ്ടത് പുതിയ പ്രശ്നങ്ങൾക്ക് വേണ്ടത് പുതിയ ചിന്തകളാണ്. പുതിയ രീതിയിലുള്ള ചിന്താശേഷി വേണം, പുതിയ രീതിയിലുള്ള സമീപനങ്ങൾ വേണം, പുതിയ കഴിവുകളുള്ള ആൾക്കാർ വേണം. അത് നമ്മൾ ഒന്നുകിൽ ആർജിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ളവർ നമ്മളെ മാറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പഴയ പരിഹാരങ്ങൾ പിടിച്ചു നിൽക്കുന്നത് വളർച്ചയെ മന്ദഗതിയിലാക്കും. അപ്പം പഴയ രീതിയിലുള്ള പ്രവർത്തന ശൈലിയും ചിന്താശേഷിയും സമീപനങ്ങളും കഴിവുകളും കൊണ്ടാണ് നിങ്ങൾ പുതിയ കാലത്ത് നേരിടാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ പരാജയത്തിലേക്കോ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയത്തിൽ മന്ദഗതിയിലാക്കുകയോ ചെയ്യുമെന്നുള്ളതാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം, 10 മത്സരങ്ങൾ ജയിച്ച ക്രിക്കറ്റ് ടീം ആണെങ്കിൽ പോലും, എത്ര തന്നെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും, എത്ര തന്നെ ശക്തരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും 11ാമത്തെ ഒരു ടീമിനോട് വിജയിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ എത്രയോ വർഷം നിങ്ങൾ പരാജയമില്ലാതെ ജയിച്ച ടീമാണെങ്കിൽ പോലും നിങ്ങളെ തന്ത്രങ്ങൾ പഠിച്ച, മാറ്റങ്ങൾ ഉൾക്കൊണ്ട, ശക്തരായിട്ടുള്ള കളി സമീപനങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ട് വരുന്ന ഒരു ടീമിനോട് അതിനനുസരിച്ച് നിങ്ങൾ മാറി പ്രാപ്തരായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ 10 മത്സരത്തിലെ വിജയം 11ാമത്തെ വിജയം സമ്മാനിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾക്ക് കെണിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ നമുക്ക് കെണിയാകാൻ സാധ്യതയുള്ള നമ്മുടെ വിജയത്തിന് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമമായതും അത് എപ്പോഴും വിജയം നൽകും എന്നുള്ള അഹങ്കാരം നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ വളർച്ച നിർത്തും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പം വിജയം അഹങ്കാരത്തിലേക്കും വളർച്ചയിലേക്കും എല്ലാ കാലത്തും നിലനിൽക്കും എന്ന ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല.
വിജയം നേടിയ ശേഷം ചിലർക്ക് അതിൽ അമിതമായ ആത്മവിശ്വാസം വരികയും ചിലപ്പോൾ ആ വിജയം ആ ആത്മവിശ്വാസം അഹങ്കാരമാവുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുകയും പ്രവർത്തന ശൈലിയിലും ഇടപെടലുകളിലും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആവുകയും അഹങ്കാരം കൊണ്ട് ഇതിനെല്ലാം ഞാൻ അധിപനാണെന്നുള്ള തോന്നൽ ഉണ്ടാകുകയും ചെയ്താൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങി പാസ്സായി, പരീക്ഷകളൊക്കെ പാസ്സായാലും അടുത്ത പുതിയൊരു പരീക്ഷ വരുമ്പോൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിലൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്, എന്നാൽ ഇനി ഞാൻ പഠിക്കാതെ പോയി കഴിഞ്ഞ് വിജയിക്കാം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പരാജയമായിരിക്കും സംഭവിക്കുക. ആളുകളോ സ്ഥാപനങ്ങളോ തുടർച്ചയായി വിജയം നേടുമ്പോൾ അവർക്ക് എല്ലാം സുരക്ഷിതമാണെന്ന് തോന്നുകയും തെറ്റായ ഒരു ധാരണ അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് അഹങ്കാരം വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേതാക്കള് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതാവുകയും മറ്റുള്ളവരെ തന്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ആ അഭിപ്രായങ്ങൾ ആണെങ്കിൽ അത് ഫലിക്കാതെ വരികയും തന്റെ കീഴിലുള്ളവരും സ്ഥാപനവും പരാജയത്തിലേക്ക് നയിക്കപ്പെടും. അപ്പം വിജയം അഹങ്കാരത്തിലേക്കും സ്ഥാപനത്തിന്റെ വ്യക്തിയുടെ പരാജയത്തിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ട ഒരു ഘടകമാണ്. അതും ഒരു കെണിയായി നമുക്ക് നേതാവ് എന്ന നിലയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിശ്ചലത പിന്നോട്ട് പോകലാണ്. എന്താണ് അത്? സ്റ്റേയിങ് സ്റ്റിൽ ഈസ് ഫാളിങ് ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ മതി, ഇനിയൊന്നും ആർജിക്കേണ്ടതില്ല, മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല, ശേഷികൾ കൂട്ടേണ്ടതില്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ എവിടെയാണോ അവിടെ തന്നെ മതി എന്ന് നിശ്ചയിക്കുന്നതാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ നിശ്ചലമാവുകയാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും. അതിലൂടെ തന്നെ വരും കാലങ്ങളിൽ വിജയം കൊയ്യാം എന്നുള്ള ധാരണ ഉണ്ടാവുകയും എന്നാൽ യഥാർത്ഥത്തിൽ അത് മതിയാകാതാവുകയും നിങ്ങളറിയാതെ തന്നെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകം നിരന്തരം മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കനുസരിച്ച് മാറുകയാണ്. മാറ്റത്തിന്റെ വേഗത എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞു വരികയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറവായിരിക്കുകയാണ്. ഇപ്പം മാറ്റങ്ങൾ ഇന്ന് കണ്ടതല്ല, നാളെ കണ്ടതല്ല, മറ്റന്നാള്. നമുക്കറിയാം, ഓരോ വേർഷൻ ഓഫ് മൊബൈൽസ് ഇറങ്ങുമ്പോഴും അതിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അപ്പൊ അത്രയും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ വളരെ വേഗത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ തന്ത്രപരമായിട്ടുള്ള സമീപനത്തിൽ ഒരിടത്ത് നിശ്ചലമായി നിലനിൽക്കുന്നത് വെല്ലുകളിൽ നിറഞ്ഞതും മത്സരങ്ങൾക്ക് ശേഷിയില്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം വിജയിക്കുന്ന നേതൃത്വം എന്ന് പറയുന്നത് തുടർച്ചയായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ആ മാറ്റങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ സ്വമേധയാ സ്ഥാപനത്തിലും വരുത്തുന്നതും എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കുന്നതും വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ആണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഈ ലോകത്ത് മാറാത്തത് മാറ്റം മാത്രമാണ്. ലോകം എന്നും മാറിക്കൊണ്ടിരിക്കും. മാറ്റം സ്ഥിരമാണ്. ഇന്നത്തെ ലോകത്ത് നിലവിലുള്ള നിലയിൽ തന്നെ വലിയ അപകടമാണ്. അത്രയും പെട്ടെന്നാണ് മാറ്റങ്ങൾ നടക്കുന്നത്. പുതുക്കാനും മുന്നോട്ട് നീങ്ങാനുള്ള കഴിവ് ഏറ്റവും സുപ്രധാനമായ ഒരു കഴിവാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സോ വ്യക്തി എന്ന നിലയിൽ പോലും നിങ്ങൾ റിലവന്റ് ആവുള്ളൂ, നിങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സാങ്കേതിക വിദ്യ. ഇപ്പൊ നമുക്കറിയാം, എഐയുടെ ഒരു കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ്. അപ്പം കൃത്രിമ ബുദ്ധി, ഓട്ടോമേഷൻ, ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥിതിയാണെന്നുള്ളത്
ജോലിയുടെ സ്വഭാവം മാറുന്നു, ജോലിക്ക് ആവശ്യമായ ശേഷികളും കഴിവുകളും വ്യത്യസ്തമാവുകയാണ്. പിന്നെ ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ മാറുകയാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് പെട്ടെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ മാറുന്നത്. ഇന്ന് സേവനങ്ങൾ അതിവേഗത്തിൽ വേണം, അവർക്കൊക്കെ പേഴ്സണലൈസ്ഡ് ഉള്ള സർവീസുകൾ വേണം, പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങൾ വേണം. പിന്നെ എല്ലാ മേഖലയിലും ഡിജിറ്റൽ സൗകര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ടുണ്ട്, ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മത്സരവും വിപണിയും കൂടുതലാണ്. അനിശ്ചിതത്വത്തിലൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയാം, യുദ്ധങ്ങൾ, മറ്റുള്ള ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവകളിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊണ്ട് സപ്ലൈ ചെയിൻ, പെട്രോളിന്റെയും ഫെർട്ടിലൈസറിന്റെയും ഒക്കെ സപ്ലൈ ചെയിനിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു സുപ്രധാനമുള്ള കാര്യം എന്ന് പറയുന്നത് കഴിവുകളുടെ ആയുസ് കുറയുന്നു എന്നുള്ളതാണ്. ആയുസ് കുറയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പഠിച്ചത് നമുക്ക് പ്രാവർത്തികമായിട്ട് നിലനിർത്തി ഒരുപാട് കാലം ആ ഒരു ആർജിച്ച ശേഷി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അത് ഇനി പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മളെ കഴിവുകൾ എന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. എല്ലാ ആഴ്ചയിലും പുതിയ AI സിസ്റ്റംസ് വന്നുകൊണ്ട്, പുതിയ സിസ്റ്റംസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ തരത്തിലുള്ള മൊബൈൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാറ്റങ്ങൾ സ്വീകരിക്കാനുള്ള മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം. ഒരു സ്ഥാപനത്തിന്, ജീവനക്കാർക്ക് ഈ പുറത്തു നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പരിശീലനം നൽകേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്ര വിജയിച്ച സ്ഥാനത്താണെങ്കിൽ അവിടെ തന്നെ നിന്ന് മുന്നോട്ട് പോകാൻ, മാറ്റങ്ങൾ ഉൾക്കൊള്ളാനോ ബാഹ്യമായ കാര്യങ്ങളെ പറ്റി ബോധവാനല്ലെങ്കിൽ, നിങ്ങൾ വിജയിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾ പരാജയത്തിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ നിശ്ചലത എന്ന് പറയുന്നത് ഒരു തരത്തിൽ പിന്നോട്ട് പോകലാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതൊന്ന്, ജാഗരൂകരായിരിക്കുക എന്നുള്ളത് ഏത് നേതാവിൻ്റെയും കടമയാണ് എന്നുള്ളതാണ്. അപ്പം തയ്യാറായി ഇരിക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രം പോരാ, അത് എന്നും എപ്പോഴും ചെയ്യേണ്ട, എന്നും കൃത്യമായി ചെയ്യേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഒരു നേതാവിന് ഉണ്ടാവേണ്ട ഒരു മനോഭാവമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മള് വളരെ ജാഗ്രത പുലർത്തുകയും എന്നാൽ പിന്നീട് ഒരു അവസരത്തിലും ജാഗ്രത ഇല്ലാതാവുകയും ചെയ്യുന്നത് ഒരു നേതാവിന് ശരിയായ ഒരു ക്വാളിറ്റി അല്ല, ശരിയായ ഉള്ള ഒരു കാര്യമല്ല അദ്ദേഹം ചെയ്യുന്നത്. ജാഗ്രതയും ശ്രദ്ധയും ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അതൊരു ചോയ്സ് അല്ല, അത് നമുക്ക് ചോയ്സ് അല്ല. നമ്മൾ എപ്പോഴും ജാഗ്രത ഉള്ളവരും ശ്രദ്ധയുള്ളവരുമായിരിക്കണം. അത് നമ്മൾ ഏത് കാര്യം ചെയ്യാനും ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു നേതാവ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുന്നറിയിപ്പുകൾ. അത് എത്ര ചെറുതാണെങ്കിലും വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചെറിയ സൂചനകൾ വലിയ ശ്രദ്ധയ്ക്ക് കാരണമാവണം. സ്മോൾ തിങ്സ് ഷുഡ് ട്രിഗർ ബിഗർ അറ്റൻഷൻ. അപ്പം ഒരു പ്രശ്നം തുടങ്ങുന്നത്, ഏതൊരു പ്രശ്നവും ഈ ലോകത്ത് തുടങ്ങുന്നത് വളരെ ചെറിയ രൂപത്തിലാണ്. അപ്പൊ ആ ചെറിയ രൂപത്തിൽ തന്നെ ആ പ്രശ്നം ശ്രദ്ധിക്കുകയും ആ പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറാതെ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നം ആയി മാറാതെ ഇരിക്കാൻ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ, അത് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിയും. അപ്പം മുന്നറിയിപ്പുകൾ, സൂചനകൾ പലപ്പോഴും തുടക്കത്തിൽ വളരെ സൂക്ഷ്മവും ചെറുതുമായിരിക്കും. ചെറിയ പരാതികളായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ചെറിയ മനോഭാവത്തിലുള്ള വ്യത്യാസമായിട്ടും ആയിരിക്കും വരിക, അല്ലെങ്കിൽ വിപണിയിൽ ചെറിയ മാറ്റങ്ങളായിട്ടും ആയിരിക്കും വരിക. അപ്പം നല്ല നേതാക്കൾ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് വരെ കാത്തിരിക്കാതെ, എപ്പം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ചെറിയ സൂചനകൾ അദ്ദേഹത്തിന് കിട്ടുന്നു, ഉടനെ തന്നെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് അതിനോട് പ്രതികരിക്കുകയും ആ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു സ്ഥാപനം എന്ന നിലയിൽ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ആശയവിനിമയം തമ്മിൽ ആ സ്ഥാപനത്തിലുള്ള ജോലിക്കാരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആശയവിനിമയം, അതിലേതെങ്കിലും ഒരു
പ്രശ്നം തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനെ തന്നെ അത് വളരെ ചെറിയ പ്രശ്നമായിരിക്കും. ആ ലെവലിലുള്ള ആ ചെറിയ പ്രശ്നം ഒരു പക്ഷെ വലിയ പ്രശ്നങ്ങൾക്കോ വലിയ നഷ്ടങ്ങൾക്കോ ഒന്നും വഴിവെക്കില്ല എങ്കിലും ഭാവിയിൽ അതൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇമെയിൽ, ഒരു തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു ഇമെയിൽ മൊത്തം പ്രോജക്റ്റിനെ തന്നെ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ പ്രാവശ്യം തന്നെ അങ്ങനെ ഒരു ഇമെയിൽ വരുമ്പോൾ, തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു ഇമെയിൽ വരുമ്പോൾ അത് ശരിയായ രീതിയിൽ അത് അങ്ങനെയല്ല, അത് തിരുത്തി എല്ലാവരെയും അത് അറിയിച്ച് എങ്ങനെയാണ് കൃത്യമായി ഇമെയിൽ അയക്കേണ്ടതെന്നും ആശയവിനിമയം എങ്ങനെ നടത്തണമെന്നുള്ള ഇത് എല്ലാവർക്കും അവബോധം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പ്രവർത്തന പ്രശ്നങ്ങൾ, ചെറിയ ഡിലേസ് വരിക, അല്ലെങ്കിൽ സമയക്രമം പാലിക്കാതിരിക്കുക, ചെറിയ പിഴവുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ, ഇവയൊക്കെ നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ച് അത് സൂക്ഷ്മമായി പരിശോധിച്ച് അത് തിരുത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. ചെറിയ പിഴവുകൾ ആദ്യം തന്നെ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ അത് നോർമൽ ആവുകയും എല്ലാവരും ചെറിയ പിഴവുകൾ വരുത്തുകയും അത് ഭാവിയിൽ അത് ചോദ്യം ചെയ്യപ്പെടാതെ തിരുത്തപ്പെടാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു പിഴവിലേക്ക് പോവുകയും പിഴവ് എന്നുള്ളത് ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നമല്ലാതാവുകയും അതിലൂടെ ആ സ്ഥാപനം തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പം മറ്റൊരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഡിലേ, ഒരു ഡെഡ് ലൈൻ ഉണ്ട്, ആ ഡെഡ് ലൈൻ പാലിക്കാതെ ഒരു കൂട്ടം ആൾക്കാർ ഡെഡ് ലൈൻ പാലിക്കാതെ വൈകിയാൽ ആ വൈകൽ കൊണ്ട് അതിനെ തുടർന്നുള്ള എല്ലാ പ്രോജക്റ്റിന്റെയും മറ്റുള്ള കാര്യങ്ങളും അവതാളത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മൊത്തത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ ചെയ്തിട്ടുള്ള ചെറിയ മിസ്റ്റേക്ക് വ്യാപിച്ച് അത് വലിയ പ്രോജക്റ്റിന്റെ തന്നെ നഷ്ടപ്പെടലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്, ഇനി ഒരുപാടുണ്ട്. അപ്പൊ 2-3 ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇപ്പം ചെറിയ സുരക്ഷാ വീഴ്ച വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കും. ഇപ്പോൾ ചെറിയ വൈദ്യുതി തകരാറ് ശ്രദ്ധിക്കാതെ പോയാൽ വലിയ തീപിടുത്തം ഉണ്ടാവും. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ശേഷികൾ എന്താണ് എന്നുള്ള വിഷയത്തിലെ 5-ാമത്തെ അധ്യായമായ കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, എ ലീഡർഷിപ്പ് ട്രാപ്പ്, സംതൃപ്തിയും സുഖവും കെണിയാണോ എന്നുള്ള 5-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ രത്നച്ചുരുക്കം ഒന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതി എല്ലാ കാലത്തേക്കും അടുത്ത പ്രവൃത്തിക്ക് ഉചിതമാണോ എന്ന് നിരന്തരം വിലയിരുത്തുക. അടിസ്ഥാനപരമായിട്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും പുതിയ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ വിലയിരുത്തുക. ആദ്യം നമ്മൾ പഴയ തന്ത്രങ്ങളും രീതികളും ഉചിതമാണോ പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മുമ്പ് വിജയിച്ചിരുന്ന രീതികൾ എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഫലപ്രദമാണെന്നും സ്വാഭാവികമായിട്ട് വിജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടാവാൻ പാടില്ല. ഓരോ രീതിക്കും സാഹചര്യത്തിനനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന പ്രവർത്തന ശേഷിയും തന്ത്രങ്ങളും മാറ്റി സാഹചര്യത്തിനനുസരിച്ച് മാറ്റണം. അപ്പം ഒരിക്കൽ വിജയിച്ചു എന്ന് കരുതി അതേ രീതി അടുത്ത പ്രാവശ്യം വിജയിക്കണം എന്നില്ല. 3, വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നത് വരെ കാത്തിരിക്കാതെ ചെറിയ സൂചനകളെ അടിസ്ഥാനമാക്കി സംയോജിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വലിയ പ്രശ്നങ്ങൾ ആയി വരുന്നത് വരെ ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കാതിരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. അത് അവഗണിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റരുത്. മാറ്റങ്ങളോട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. അതിനാവശ്യമായിട്ടുള്ള ശേഷി ആർജിക്കുകയും തന്ത്രങ്ങൾ മെനയുകയും പുതുക്കുകയും ഒക്കെ ചെയ്യുക. തുടർച്ചയായിട്ടുള്ള പഠനവും മെച്ചപ്പെടുത്തലും പ്രോത്സാഹിപ്പിച്ച് മത്സരക്ഷമത നിലനിർത്തുക. അപ്പം എല്ലാ കാലത്തേക്കും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തിനും ആവശ്യമായ മാറ്റങ്ങൾ നമ്മളെ മൊത്തം വ്യക്തി എന്ന നിലയിലും സ്ഥാപനം എന്ന നിലയിലും നമ്മൾ ആർജിക്കേണ്ടതാണ്. വിജയത്തിൽ കുടുങ്ങരുത്, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം തികഞ്ഞു എന്നുള്ള ധാരണ ഉണ്ടാവരുത്. എപ്പോഴും ജാഗ്രതയോടെ ഓരോ വിജയത്തിനും വേണ്ടി പുതിയ തന്ത്രങ്ങളും രീതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്രയുമാണ് 5-ാമത്തെ ചാപ്റ്റർ. എല്ലാവർക്കും നമസ്കാരം. പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം.